പരിശുദ്ധ ഖുർആനിൽ 19 അധ്യായം സൂറത്ത് മറിയമിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ ആ കുഞ്ഞിന് എന്റെ പേരിടണമെന്ന് പടച്ച തമ്പുരാൻ മലക്കുകളിലൂടെ അറിയിച്ചതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. അദ്ദേഹത്തിന്റെ പേര് യഹ്യ എന്നാണ്. എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു, ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. തീർച്ചയായും ആ പേര് യഹ്യ എന്ന പേര്, ആ പേര് മുൻപ് ഒരാൾക്കും വിളിക്കപ്പെട്ടിട്ടില്ല. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുൻപ് യഹ്യ എന്ന പേര് മറ്റൊരാൾക്കും വിളിക്കപ്പെട്ടിട്ടില്ല. ഇത് ഖുർആനിന്റെ പരാമർശം. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് യഹ്യ എന്ന് പറയുന്നത്. ബൈബിളിൽ യോഹന്നാൻ സ്നാപകൻ എന്നാണ്, സ്നാപക യോഹന്നാൻ എന്നാണ് യഹ്യ നബിയെ കുറിച്ച് പറയുക. അപ്പോൾ യോഹന്നാൻ എന്ന പേര് യഹ്യക്ക് മുൻപ് ആർക്കും വിളിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നാണ് മനസ്സിലാവുക. ഇതെടുത്തു ധരിച്ചുകൊണ്ട് ഓറിയന്റലിസ്റ്റുകളായ പരിശുദ്ധ ഖുർആൻ വിമർശകന്മാർ ഇപ്പോഴും എടുത്തു ധരിച്ചുകൊണ്ട് ഇന്റർനെറ്റിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഒരുപാട് തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കണോ. എന്താ, ഒരുപാട് യോഹന്നാന്മാരുണ്ട് ബൈബിളിൽ. ബൈബിൾ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകവും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകവുമാണ് പരിശോധിച്ച ഒരുപാട് യോഹന്നാന്മാരുണ്ട്. പക്ഷെ ആ യോഹന്നന്മാരൊന്നും റിലവന്റ് പേഴ്സണാലിറ്റീസ് അല്ല, അറിയപ്പെടുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിക്ക് ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുത്തയാൾ യോഹന്നാന്റെ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ മുഹമ്മദ് നബിക്ക് ഇതൊരു പുതിയ പേരാ തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. അതിനു മുൻപ് അദ്ദേഹത്തിന് ആ പേര് ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ബൈബിൾ പരിശോധിച്ചാലുണ്ട് യോഹന്നാൻ ഒരുപാട് തവണയുണ്ട്. ബൈബിൾ പഴയ നിയമത്തിൽ ഒരുപാട് യോഹന്നാന്മാരുണ്ട്. പരിശുദ്ധ ഖുർആനാകട്ടെ വളരെ കൃത്യമായി പറയുന്നു അത്തരം ഒരു പേര്. അപ്പോൾ പിന്നെ ഖുർആൻ പറയുന്നത് തെറ്റും. അന്വേഷിക്കേണ്ട രംഗം, പരിശോധിക്കേണ്ട രംഗം. ഖുർആൻ പറയുന്നത് തെറ്റാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകുന്ന രംഗം. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷ് പരിഭാഷകളിൽ യഹ്യ എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ജോൺ എന്ന പേര് മുൻപുണ്ടാകാൻ പാടില്ല. ജോൺ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ഇംഗ്ലീഷ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് തെറ്റാണോ എന്നുള്ള അന്വേഷണം, ഖുർആന്റെ വിസ്മയകരമായ കൃത്യതയെ കുറിച്ചുള്ള ബോധ്യം നൽകുകയും ഉറേക്ക എന്ന് വിളിച്ച് കസാലയിൽ നിന്ന് എടുത്ത് ചാടുകയും ചെയ്യേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുക ഒരു അത്ഭുതകരമായ അനുഭവമാണ്, വിസ്മയകരമായ ഖുർആന്റെ അനുഭവം. എങ്ങനെയാണ് ഇതിൽ തെറ്റ് കണ്ടുപിടിക്കുക? പരിശുദ്ധ ഖുർആനിൽ യഹ്യ എന്നേ പറയുന്നുള്ളൂ. അതിന് തുല്യമായി ബൈബിളിൽ പറയുന്ന പേര് യോഹന്നാൻ എന്നാണ്. യഹ്യ എന്ന് പറഞ്ഞ പേര് മുൻപുണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ യോഹന്നാൻ എന്നുള്ള പേര് മുൻപ് ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണ്. ഇത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഖുർആനിലെയും ബൈബിളിലെയും പദങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടി വരും. യഹ്യ എന്ന പേര്, യഹ്യ എന്ന് പറഞ്ഞാൽ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്. ആ പേര് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് അത് ശുദ്ധമായ ഒരു അറബി പദമാണ്. യഹ്യ എന്ന പദം ഹയാത്തിൽ നിന്നോ ഹയാഇൽ നിന്നോ ഉണ്ടായ അറബി പദമാണ്. ഹയാത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ ജീവിപ്പിക്കുന്നവൻ എന്നർത്ഥം, ഹയാഇൽ നിന്നുണ്ടായതാണെങ്കിൽ ലജ്ജാവാൻ എന്നർത്ഥം. എന്നാൽ യോഹന്നാൻ എന്ന പദം ഒരു ദ്വന്ദ്വകമാണ്, അഥവാ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു ഹീബ്രു പദമാണ്. യൂഹന എന്നാണ് അതിനർത്ഥം. യൂ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ചുരുക്ക രൂപമാണ്. ഹന എന്ന് പറഞ്ഞാൽ അനുകമ്പ എന്നാണ് അർത്ഥം. അറബിയിലും ഹനാൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ. അപ്പോൾ യൂഹന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുകമ്പ എന്നാണ് അതിനർത്ഥം, യഹോവയുടെ അനുകമ്പ. അപ്പോൾ ശുദ്ധമായ ഹീബ്രു പദ സമുച്ചയമായ യോഹന്ന ഒരു സ്ഥലത്ത്, ശുദ്ധമായ അറബി പദമായ യഹ്യയുടെ തുല്യമാണോ യോഹന്ന എന്ന അന്വേഷണമാണ് പിന്നീട് കടന്നു പോകുന്നത്. ബൈബിളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലെല്ലാം യോഹന്നാന്ന് മാത്രമേ ഉള്ളൂ.
ഖുർആനിലാകട്ടെ യഹ്യ എന്ന് മാത്രമേ ഉള്ളൂ, ഹദീസുകളിലും യഹ്യ എന്ന് മാത്രമേ ഉള്ളൂ, യോഹന്ന എന്നുള്ള പദം ഇല്ല. പിന്നെ എവിടെയാണ് എങ്ങനെയാണ് ഖുർആനെ തെറ്റുപറ്റിയെന്ന് തോന്നിപ്പോകുന്നത്? വീണ്ടും അന്വേഷിക്കുകയാണ്, യഹ്യയും യോഹന്നാനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും? അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ സ്ഥാപിച്ചതായി അറിയപ്പെടുന്ന ഒരു മതവിശ്വാസികൾ ഇറാഖിലുണ്ട് എന്നറിയുന്നത്. 2000-ഓളം കുടുംബങ്ങൾ മാത്രമുള്ള ഇറാഖിലുള്ള ഒരു മതവിശ്വാസം. അവരുടെ വിശ്വാസം യോഹന്നാൻ സ്നാപകൻ സ്ഥാപിച്ച മതമാണത് എന്നാണ്. അവരുടെ പേര് മാൻഡിയന്മാർ, മാൻഡിയൻ സാബിയൻസ്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സാബിയങ്ങൾ അവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാൻഡിയന്മാരെ കുറിച്ച് പഠിച്ചപ്പോ മാൻഡിയന്മാരുടെ പ്രാർത്ഥനകളുടെ പുസ്തകം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മാൻഡിയന്മാരുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ യഹ്യ എന്നും യോഹന്നാൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഒരാളെ കുറിച്ച്. അപ്പോൾ നമുക്ക് രണ്ടും പാരലലായി പോകുന്നതിന് പകരം രണ്ടും ഒന്നാണ് എന്ന് രണ്ടും ഒരാളുടെ പേര് തന്നെയാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ പിന്നെ ഏതാണ് ശരിയായ പേര്? ഇത് പരിശോധിക്കണമെങ്കിൽ വീണ്ടും ഗവേഷണം ആവശ്യമായി വരുന്നു. അപ്പോഴാണ് മാൻഡിയന്മാരെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു ഗവേഷണ പ്രബന്ധം ഉണ്ടാക്കി E.S. ട്രോവർ എന്ന് പറയുന്ന മനുഷ്യൻ മാൻഡിയൻ ടേംസിനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു വലിയ ഒരു ഡിക്ഷണറി ഉണ്ട്, ഡിക്ഷണറി ഓഫ് മാൻഡിയൻ ടേംസ്. ആ മാൻഡിയൻ ടേംസിന്റെ ഡിക്ഷണറി പരിശോധിക്കാൻ അവസരം ഉണ്ടാകും. അപ്പോഴാണ് അത്ഭുതകരമായ ഖുർആന്റെ കൃത്യത നമുക്ക് ബോധ്യപ്പെടുന്നത്. മാൻഡിയൻ ടേംസിന്റെ ഡിക്ഷണറി പരിശോധിക്കുമ്പോൾ മാൻഡിയന്മാർക്ക് 2 പേരുകളാണ്. ഒന്നൊരു ശുദ്ധ അറബിഷ് പേര്, മറ്റൊന്ന് ഒരു ഹീബ്രു പേര്. ഹീബ്രു പേര് വെളിപ്പേരാണ്, ശുദ്ധ അറബി പേരാണ് വാപ്പയും അവർക്ക് ഇടുന്ന പേര്. മൽബാസ നെയ്മ് എന്നാണ് അതിൽ E.S. ട്രോവർ പറഞ്ഞിട്ടുള്ളത്. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂൽ അദ്ദേഹത്തിന്റെ പാരന്റ്സ് നൽകിയിട്ടുള്ള പേര് യഹ്യ എന്നാണ്. എന്നാൽ അദ്ദേഹം വന്ധ്യയായ സ്ത്രീയിൽ നിന്നുണ്ടായതായത് കൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ യോഹന്നാന്ന് വിളിച്ചു. യോഹന്നാന്ന് പറഞ്ഞാൽ ദൈവത്തിന് അനുകമ്പ എന്നർത്ഥം. പിൽക്കാലഘട്ടത്തിൽ ആ വിളിപ്പേരാണ് പ്രസിദ്ധമായത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എന്നുള്ള പേരായി പിൽക്കാലഘട്ടത്തിൽ പ്രസിദ്ധം. അതുകൊണ്ട് തന്നെ ബൈബിൾ രചയിതാക്കൾക്ക് ആ പേരെ അറിയൂ. പക്ഷേ പിതാവിനോട് വിളിക്കാൻ ആവശ്യപ്പെട്ട അള്ളാഹു ആവശ്യപ്പെട്ട പേരെന്താ? യഹ്യ എന്നുള്ള പേരാണ്. ആ യഹ്യ എന്നുള്ള പേര് പരിശുദ്ധ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിന് മാത്രമേ യഹ്യ എന്നുള്ള പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറിയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്കോ അന്നുള്ള ആളുകൾക്കോ ഒന്നും തന്നെ അറിയില്ല യോഹന്നാൻ എന്നുള്ള യോഹന്നാന്റെ യഥാർത്ഥത്തിലുള്ള പേര് യഹ്യ. എങ്ങനെയാണ് ഈ കൃത്യതയുണ്ടായത്? പരിശുദ്ധ ഖുർആനെതിരെയുള്ള വിമർശനം, ഖുർആൻ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വിമർശനം. പക്ഷേ പരിശുദ്ധ ഖുർആനാണ് ശരി പറയുന്നത് എന്നും കൃത്യം എന്നുമുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് ഗവേഷണം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ.